നമസ്കാരം സുഹൃത്തുക്കളെ, മണ്ണും മണവും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളിയുടെ ജീവിതത്തിൽ തെങ്ങിനോളം പ്രാധാന്യമുള്ള മറ്റൊരു മരമില്ല. പണ്ട് നമ്മളെ വീടുകളിൽ എണ്ണ കടയിൽ നിന്ന് വാങ്ങുന്ന പതിവില്ലായിരുന്നു. പറമ്പിലേക്ക് തേങ്ങയിട്ട് കൊപ്രയാക്കി ആട്ടിയെടുക്കുന്നതായിരുന്നു രീതി. ഇന്ന് മായം ചേർത്ത എണ്ണകൾ വിപണി കീഴടക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ നല്ല ശീലങ്ങളിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു തേങ്ങ തെങ്ങിൽ നിന്ന് വീഴുന്നത് മുതൽ അത് മില്ലിൽ അരച്ച് സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചെണ്ണയായി മാറുന്നത് വരെയുള്ള പൂർണ്ണ കാഴ്ചകളാണ്. നല്ല വെളിച്ചെണ്ണ കിട്ടാൻ ഏറ്റവും പ്രാധാന്യം തേങ്ങയുടെ പ്രായമാണ്. നല്ല വിളഞ്ഞ തേങ്ങകൾ മാത്രമേ കുപ്രയാക്കുവാൻ എടുക്കാവൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: തേങ്ങയിട്ട് കഴിഞ്ഞാൽ അത് ഉടനെ പൊതിക്കരുത്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും കൂട്ടിയിടുന്നത് കുപ്ര ചിരട്ടയിൽ നിന്ന് എളുപ്പത്തിൽ വേറിട്ട് വരാൻ സഹായിക്കും. ഇതാണ് തേങ്ങ പൊതിക്കൽ. പാര ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. ഈ മാറ്റുന്ന തൊണ്ട് നമ്മൾ വെറുതെ കളയുകയാണ് പതിവ്. എന്നാൽ ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. തെങ്ങിന്റെ തടത്തിൽ തൊണ്ടടുക്കി വെക്കുന്നത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. മണ്ണിൽ കുഴിച്ചിട്ടാൽ അതൊരു മികച്ചൊരു വളമായി മാറും. ഈ തൊണ്ട് വെറും ചവറല്ല, ഇതിൽ ലിഗ്നിൻ, സെല്ലുലോസ് എന്നിവ ധാരാളമുണ്ട്. ഇത് അഴുകുവാൻ സമയമെടുക്കുമെങ്കിലും മണ്ണിലെ നൈട്രജൻ സൈക്കിളിനെ ഇത് സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യം തെങ്ങിന്റെ തന്നെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് തടത്തിൽ ഇടുന്നത് ഒരു വളപ്രയോഗമാകുന്നത്. നമ്മുടെ പറമ്പിലെ ജലസംരക്ഷണത്തിന് ഇതിലും മികച്ചൊരു വഴിയില്ല. തേങ്ങ ഉടയ്ക്കുമ്പോൾ രണ്ട് കഷ്ണങ്ങളും തുല്യമായിരിക്കണം. എങ്കിലേ വേൽ എല്ലാ ഭാഗത്തും ഒരുപോലെ തട്ടി ഉണങ്ങുകയുള്ളൂ. തേങ്ങ ഉടയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ വെള്ളം പ്രകൃതി തന്ന വലിയൊരു ബോണസാണ്. കണ്ടോ, കുട്ടികൾക്ക് കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല എനർജി ഡ്രിങ്കാണ് തേങ്ങ വെള്ളം. യാതൊരു മായവുമില്ലാത്ത ശുദ്ധമായ പ്രകൃതിദത്ത പാനീയം. കടയിൽ നിന്ന് വാങ്ങുന്ന പാനീയങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ഗുണമുള്ളതാണിത്. തേങ്ങ വെള്ളത്തെ നമുക്ക് ഒരു നാച്ചുറൽ ഐസോട്ടോണിക് ഡ്രിങ്ക് എന്ന് വിളിക്കാം. ഇതിൽ ഇലക്ട്രോലൈറ്റുകൾ കൃത്യമായ അളവിലുണ്ട്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതിന് സൈറ്റോകിനുകൾ എന്ന പ്ലാന്റ് ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കോശവിഭജനത്തെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇത് പുളിപ്പിച്ച് ചെടികൾക്ക് തളിക്കുമ്പോൾ അത്ഭുതകരമായ വളർച്ചയുണ്ടാകുന്നത്. സൂഡോമോണസിന് പകരമായി ഇത് പ്രവർത്തിക്കുമ്പോൾ ചെടികളിലെ ഫംഗസ് ബാധയെ തടയാനും അതിലെ അമ്ലഗുണം സഹായിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. നല്ല കഠിനമായ വെയിലത്ത് 4 മുതൽ 5 ദിവസം വരെ ഉണക്കണം. 2ാം ദിവസം കൊപ്ര ചിരട്ടയിൽ നിന്ന് വിട്ടു തുടങ്ങും. ഈ സമയത്ത് ചിരട്ട മാറ്റി കൊപ്ര മാത്രം ഉണക്കാം. ചിരട്ടയെ നമ്മൾ വിറകായി ഉപയോഗിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് കാർബണൈസേഷനാണ്. ചിരട്ടക്കരിക്ക് സുഷിരങ്ങൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിന് വെള്ളത്തിലെയും വായുവിലെയും വിഷാംശങ്ങൾ വലിച്ചെടുക്കുവാൻ കഴിയുന്നത്. ഈ ശാസ്ത്രീയ ഗുണം കൊണ്ടാണ് വാട്ടർ ഫിൽറ്ററുകളുടെ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കാൻ ചിരട്ട തന്നെ ഉപയോഗിക്കുന്നത്. സ്വർണ്ണപ്പണിയിൽ ഉയർന്ന കലോറിഫിക് വാല്യൂ നൽകാൻ ചിരട്ടക്കരിക്ക് സാധിക്കും. പണ്ട് സ്വർണ്ണപ്പണിക്കാർ സ്വർണം ഒരുക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ കരിയായിരുന്നു. നമ്മുടെ പഴയ ഇസ്തിരിപ്പെട്ടികളിലും ഈ ചിരട്ടക്കരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ബാക്കി വരുന്ന കരിപ്പൊടി മണ്ണിൽ ചേർത്താൽ അത് ചെടികൾക്ക് ഉത്തമമായ കാർബൺ വളവുമാണ്.
കൊപ്ര ചെറിയ കഷ്ണങ്ങളായി അരിയുന്നത് പെട്ടെന്ന് ഉണങ്ങുന്നതിനും മെഷീനിൽ പെട്ടെന്ന് അരയുന്നതും കൂടുതൽ എണ്ണ കിട്ടുവാനും സഹായിക്കും. സന്ധ്യാസമയത്ത് കൊപ്ര വീട്ടിനുള്ളിലേക്ക് മാറ്റാൻ മറക്കരുത്. നന്നായി ഉണങ്ങിയ കൊപ്ര ഒടിച്ചാൽ നല്ല ശബ്ദത്തോടെ പൊട്ടും. അതാണ് അതിൻ്റെ പാകം. മരച്ചക്കിൽ ആട്ടുമ്പോഴാണ് വെളിച്ചെണ്ണയുടെ ഗുണവും മണവും മാറാതെ നിൽക്കുന്നത്. നോക്കൂ, സ്വർണ്ണ നിറത്തിലുള്ള തെളിഞ്ഞ വെളിച്ചെണ്ണ വരുന്നത് കണ്ടോ? ഈ എണ്ണയുടെ മണം ഒന്ന് വേറെ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നാടൻ ചക്കുകളോ ഒന്നും കാണാറില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മില്ലിലാണ് കൊണ്ടുവന്നത്. എണ്ണ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ പിണ്ണാക്ക് നല്ലൊരു കാലിത്തീറ്റയാണ്. ഈ പിണ്ണാക്ക് ഒരു സമ്പൂർണ്ണ ജൈവവളം കൂടെയാണ്. ഇതിൽ സസ്യങ്ങൾക്ക് വേണ്ട NPK ഘടകങ്ങൾ കൃത്യമായ അനുപാതത്തിലുണ്ട്. ഇത് വെള്ളത്തിൽ കലക്കി പുളിപ്പിക്കുമ്പോൾ സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിക്കുകയും മണ്ണ് കൂടുതൽ ഫലപുഷ്ടമാവുകയും ചെയ്യുന്നു. മില്ലിൽ നിന്ന് കൊണ്ടുവരുന്ന എണ്ണ ഉടനെ കുപ്പിയിലാക്കരുത്. ഒരു ദിവസം ഒരു സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് കുപ്പിയിലോ വച്ചാൽ അതിലെ അഴുക്കുകൾ താനെ അടിയും. ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ടാൽ എണ്ണ വേഗം തെളിയും. ശേഷം മുകൾ ഭാഗത്തെ തെളിഞ്ഞ എണ്ണ കുപ്പികളിലേക്ക് മാറ്റാം.
സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴുള്ള സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ മണ്ണും മണവും അറിഞ്ഞുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.